UDF-ൽ പ്രത്യേകിച്ച് ലീഗിലുണ്ടായ ചില കല്ലുകടികളിലേക്ക് കൂടി നമ്മുടെ ശ്രദ്ധയൊന്നെത്തണം. അത് തൊടുപുഴയിൽ നടന്ന ഒരു പ്രകടനമാണ്. അത് നമ്മുടെ സോഷ്യൽ ഫാബ്രിക്കിനെ വലിയ തോതിൽ ബാധിക്കത്തക്ക രീതിയിലുള്ള ചില മുദ്രാവാക്യം വിളികളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് വന്നിരുന്നു. ലീഗ് ഭരിക്കും കേരള നാട് എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് തൊടുപുഴയിൽ പ്രവർത്തകർ മാർച്ച് നടത്തിയത്. ഇതിലിപ്പോഴും വിവാദം തുടരുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇതിന് കാർമ്മികത്വം വഹിച്ച യൂത്ത് ലീഗ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയെ ലീഗ് സസ്പെൻഡ് ചെയ്ത് മാതൃകാപരമായ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. സുകുമാരൻ നായർക്കും വെള്ളാപ്പള്ളിക്കുമെതിരെ ലീഗ് പ്രവർത്തകർ മുദ്രാവാക്യം മുഴക്കിയതും വിവാദമായി. ഈ മുദ്രാവാക്യം വിളിയാണ് നേരത്തെ പറഞ്ഞതുപോലെ ഈ കമ്മിറ്റിയെ തന്നെ പിരിച്ചുവിടാൻ കാരണമായ ഒന്നായി മാറുന്നത്. നമുക്കറിയാം, വെള്ളാപ്പള്ളി നരേശന് അതിരൂക്ഷമായ ഭാഷയിൽ ലീഗിനെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വിമർശിക്കുന്നുണ്ട്. സുകുമാരൻ നായരും ഈ മുഖ്യമന്ത്രി തീരുമാനിച്ച ശേഷം ലീഗിൻ്റെ സ്വാധീനമാണ് എന്ന വിമർശനം ഉയർത്തിയിരുന്നു. ഇതിനൊക്കെ പകരമായാണ് ഇത്തരം ഒരു മുദ്രാവാക്യം വിളിയുമായി പ്രവർത്തകർ വന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. സാഗർ വിവരങ്ങളുമായി ചേരും. സാഗർ, ഇതിപ്പോൾ നമുക്ക് ആ മുദ്രാവാക്യം വിളികളിൽ തന്നെ കേൾക്കാം അവരെന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളത്. ഇത് വളരെ കൃത്യമായി തന്നെ നടപടിയെടുത്തിരിക്കുകയാണ് അല്ലേ ലീഗ്? തീർച്ചയായും രഞ്ജിത്ത്, ഇന്നലെ തൊടുപുഴയിൽ നടന്ന ഒരു പ്രകടനത്തിലാണ് ഇത്തരത്തിലൊരു മുദ്രാവാക്യം വിളി ഉണ്ടായത്. നിയുക്ത മുഖ്യമന്ത്രിക്ക് അഭിവാദ്യം അർപ്പിച്ച് മുസ്ലിം ലീഗിന്റെ പേരിൽ നടന്ന പ്രകടനത്തിലെ മുദ്രാവാക്യങ്ങൾ ആണ് ഇത്തരത്തിൽ നമ്മൾ തൊട്ടു മുമ്പ് കേട്ടത്. ഈ ലീഗ് ഭരിക്കും കേരള മണ്ണ് എന്നാണ് മുദ്രാവാക്യം. VD സതീശന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടായിരുന്നു ഇത്തരത്തിലൊരു പ്രകടനം ഇവർ നടത്തിയത്. ഇതിനെതിരെ ഇത്തരത്തിലൊരു പ്രകടനം നടത്തിയത് ഈ യൂത്ത് ലീഗ് പ്രവർത്തകരാണ് ഇത്തരത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തിയത്. ഈ പ്രകടനത്തിനിടയിലാണ് യൂത്ത് ലീഗ് പ്രവർത്തകർ പ്രകോപനകരമായ മുദ്രാവാക്യങ്ങൾ വിളിച്ചത്. ഈ വെള്ളാപ്പള്ളി നടേശൻ, സുകുമാരൻ നായർ എന്നിവർക്കെതിരെയായിരുന്നു ഇത്തരത്തിലൊരു മുദ്രാവാക്യം വിളി ഉണ്ടായത്. ഈ മുദ്രാവാക്യം വിളി മാധ്യമങ്ങൾ വാർത്തയാക്കിയതോടെ മുസ്ലിം ലീഗ് ഇടുക്കി ജില്ലാ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും രംഗത്തെത്തി. പ്രവർത്തകർക്കെതിരെ ആദ്യം രംഗത്തെത്തിയത് ഇടുക്കി ജില്ലാ നേതൃത്വമാണ്. ഇതിനെ ശക്തമായ രീതിയിൽ വിമർശിച്ചുകൊണ്ടാണ് ഇടുക്കി ജില്ലാ നേതൃത്വം രംഗത്തെത്തിയത്. പിന്നാലെയാണ് നടപടിയുമായി സംസ്ഥാന നേതൃത്വം രംഗത്തെത്തിയത്. യൂത്ത് ലീഗ് ജില്ലാ കമ്മിറ്റിയെ സസ്പെൻഡ് ചെയ്തതായി ജനറൽ സെക്രട്ടറി ഫിറോസ് അറിയിക്കുകയായിരുന്നു. ഈ ആഹ്ലാദ പ്രകടന ജാഥയെ നിയന്ത്രിക്കുവാൻ ലീഗ് പ്രവർത്തകർ ആരും തന്നെ ഉണ്ടായിരുന്നില്ല എന്നതാണ് ശ്രദ്ധേയം. ആ ഒരു സാഹചര്യത്തിലാണ് യൂത്ത് ലീഗ് പ്രവർത്തകർ ഇത്തരത്തിലൊരു മുദ്രാവാക്യം വിളിയുമായി എത്തിയത്. ഈ ആഹ്ലാദ പ്രകടനങ്ങൾ അതിര് കടക്കരുത് എന്ന സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങൾ നേരത്തെ തന്നെ പാർട്ടി പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. അതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നത് ആരായാലും പാർട്ടി അംഗീകരിക്കില്ലെന്നും പറഞ്ഞിരുന്നു. ഇത് പിന്നീടാണ് ഇത്തരത്തിലൊരു പ്രകടനം നടന്നത്. അതേസമയം ഈ പ്രകടനം നടത്തിയവർ ആരൊക്കെയാണെന്ന് പരിശോധിച്ച് ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് PMA സലാമും അറിയിച്ചിട്ടുണ്ട്. രഞ്ജിത്ത്, സാഗർ വിവരങ്ങൾ പങ്കുവച്ചു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.